ഇംഗ്ലീഷ് വലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നമ്മൾ ഇതിന്റെ ബേസിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ബേസിക്സ് എന്താ, അതിനെ ഒരു റീക്യാപ്പ് പോലെ പറയാം. കാണാത്തവർ പോയി കാണുക, കുറച്ചെങ്കിലും അറിവുള്ളവരാണെങ്കിൽ ഇത് കണ്ടാൽ മനസ്സിലാവും. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. പിന്നെ നമ്മുടെ ഓക്സിലറി വെർബ്സ് ഏതിൻ്റെയൊക്കെ കൂടെ ഏതൊക്കെയാണ് പ്ലൂറൽ, ഏതൊക്കെയാണ് സിംഗുലർ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കുറച്ച് സെന്റൻസ് നമ്മൾ പഠിച്ചു. പിന്നെ ഇതിന്റെ വേറൊരു വേർഡ് എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? ഇതിന്റെ വേറൊരു വേർഡ് എന്താ? സബ്ജക്ട് വെർബ് എഗ്രിമെന്റിനെ നമുക്ക് എന്തെന്നും കൂടെ പറയാൻ പറ്റും? കോൺകേർഡ് എന്നും കൂടെ പറയാൻ പറ്റും. കോൺകേർഡ് എന്നും കൂടി പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. നമുക്കിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ എന്താ അഡ്വാൻസ് ലെവലിലോട്ട് നമുക്ക് പോവാം. നോക്കൂ, ഫസ്റ്റ് സെന്റൻസ് നോക്കൂ. രാമു ആൻഡ് രവി ഡാഷ് ഫ്രണ്ട്സ്. നമ്മൾ പഠിച്ചതാണ്. നമ്മൾ എന്താ പഠിച്ചത്? രണ്ട് സബ്ജക്റ്റ് വന്ന അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്ത് വെർബ് ഉപയോഗിക്കണം? നിങ്ങൾ തന്നെ പറ. സിംഗുലർ ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ്. ഇവിടെ രാമു ആൻഡ് രവി ഡാഷ് ഫ്രണ്ട്സ്. രാമുവും രവിയും കൂട്ടുകാരാണ്. അപ്പൊ ഇതിനകത്ത് ഏത് ഓപ്ഷനാ വരിക? ഈസ് ആണോ വരിക, ആറാണോ വരിക, ആമാണോ വരിക? ആദ്യം ഇത് നിങ്ങൾ പറയാം. ഇതിൽ ഏതാണ് സിംഗുലർ ഏതാണ് പ്ലൂറൽ എന്ന് പറയാൻ പറ്റുമോ? ഏതാണ് സിംഗുലർ ഏതാണ് പ്ലൂറൽ? ഇതില് ഈസ് സിംഗുലർ ആണ് അല്ലെ? ആം നമുക്ക് ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ ആം വരത്തില്ല എന്ന് നമുക്കറിയാം. പിന്നെ ആറാണെങ്കിൽ എന്താണ്? പ്ലൂറൽ ആണ്. അപ്പം ഈസ് അല്ലെങ്കിൽ ആറാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ടതെന്ന് ആദ്യം തന്നെ മനസ്സിലാവും അല്ലെ? ആം എവിടെയാ ഉപയോഗിക്കേണ്ടത്? ആം നമുക്ക് ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ രാമു ആൻഡ് രവി ഡാഷ് ഫ്രണ്ട്സ്. രാമുവും രവിയും കൂട്ടുകാരാണ് അല്ലെ? അപ്പം ഇവിടെ രാമുവും രവിയും രണ്ടുപേരില്ലേ, രണ്ട് സബ്ജക്റ്റ് ഇല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? അപ്പൊ ആറ് ഉപയോഗിക്കണം. ആറല്ലേ പ്ലൂറൽ വെർബ്. അപ്പം രാമു ആൻഡ് രവി ആർ ഫ്രണ്ട്സ്. ആറാണ് ആൻസർ. ഓക്കെ. ഇനി രാധ ആൻഡ് റാണി ഡാഷ് ഫ്രണ്ട്സ്. സെയിം അല്ലേ? രാധയാണെങ്കിലും റാണിയാണ്, രണ്ടുപേര്. രാധയും റാണിയും ലേഡീസിന്റെ പേര് കൊടുത്തതേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഈസ് ആർ ആം. ഇതിനകത്ത് ആം വരത്തില്ല എന്ന് നമുക്കറിയാം. ഈസ് അല്ലെങ്കിൽ ആറ് വരും എന്നറിയാം. രാധ ആൻഡ് റാണി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സബ്ജക്ട് പ്ലൂറൽ ആണെന്ന് അറിയാം. രണ്ട് സബ്ജക്ട് ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് പ്ലൂറൽ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്ലൂറൽ ഓക്സിലറി വെർബ് കൊടുക്കാം. എന്ത് കൊടുക്കണം? ആറ് കൊടുക്കാം നമുക്കറിയാം. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കുള്ളൂ. ദ സിഇഒ ആൻഡ് ദ ചെയർമാൻ ഡാഷ് ഗോയിങ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ദ സിഇഒ ആൻഡ് ദ ചെയർമാൻ ഡാഷ് ഗോയിങ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടുന്നത്, ഇവിടെ ഈസ് ആർ ആം ആണ്. ആം വരത്തില്ല എന്ന് നമുക്കറിയാം. ഈസ് അല്ലെങ്കിൽ ആറ് വരണം എന്ന് നമുക്കറിയാം. ദ സിഇഒ ആൻഡ് ദ ചെയർമാൻ എന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടാൾക്കാരാണ് അല്ലെ? ദ സിഇഒ ആൻഡ് ദ ചെയർമാൻ. സിഇഒയും ചെയർമാനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായോ? അതാണ് ഇതിന്റെ അർത്ഥം. അപ്പം ഇവിടെ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാന്ന് അറിയാം? ആർ എന്ന് നമുക്കറിയാം. ആർ. ദ സിഇഒ ആൻഡ് ദ ചെയർമാൻ ആർ ഗോയിങ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഇനി നോക്കൂ, ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. ദ സിഇഒ ആൻഡ് ചെയർമാൻ ഡാഷ് ഗോയിങ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഇവിടെ ചെറിയ ട്രിക്കാണ്. മുകളിലത്തെ സെന്റൻസും താഴത്തെ സെന്റൻസും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. കമ്പയർ ചെയ്യുമ്പോൾ ദ സിഇഒ ആൻഡ് ദ ചെയർമാൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരാണ്. ദ ഒന്നേ ഉള്ളെങ്കിൽ ദ സിഇഒ ആൻഡ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. ഒരാൾ രണ്ട് പോസ്റ്റും ഹോൾഡ് ചെയ്യുന്നതാണ് അതിനർത്ഥം. അതായത് ഇപ്പൊ നമ്മള് ഒരാൾ തന്നെ രണ്ട് പോസ്റ്റും ഹോൾഡ് ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പളും അതുപോലെ ഞാൻ തന്നെയാണ് ഇവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് ചിലർ പറയാറുണ്ട്. രണ്ടും ഒരാളായിരിക്കും. രണ്ട് കാര്യങ്ങളും ഒരാളായിരിക്കും നോക്കുന്നത്. ഇത് ഒരാളാണ് ദ സിഇഒ ആൻഡ് ചെയർമാൻ. ചെയർമാനും അദ്ദേഹം തന്നെയാണ്, സിഇഒയും അദ്ദേഹം തന്നെയാണ്. രണ്ട് കാര്യങ്ങളും ഒരാൾ തന്നെയാണ് നോക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? അപ്പം ഒരാളാണ്. അപ്പം ദ ഒന്നേ ഉള്ളൂ. ഒരു ദ ഉണ്ടെങ്കിൽ നമ്മളിത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കേണ്ടതല്ല, സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇതിനർത്ഥം രണ്ട് പേരില്ല. മുകളിലത്തെ സെന്റൻസ് ദ സിഇഒ ആൻഡ് ദ ചെയർമാൻ. സിഇഒ എന്ന് പറഞ്ഞ വേറൊരാളാണ്, ദ ചെയർമാൻ എന്ന് പറഞ്ഞ വേറൊരാളാണ്. രണ്ട് വ്യക്തികളാണ്. ഇതിനകത്ത് ദ സിഇഒ ആൻഡ് ചെയർമാൻ എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ രണ്ട് പൊസിഷനും ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതിനാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ ദ സിഇഒ ആൻഡ് ചെയർമാൻ. അപ്പൊ എന്ത് വരും? സിംഗുലർ ആകുമ്പോൾ ഈ ഈസ് ഗോയിങ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ദ സിഇഒ ആൻഡ് ചെയർമാൻ ഈസ് ഗോയിങ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
രണ്ടിടത്തും രണ്ട് പോസ്റ്റിന് മുന്നേ ദ വരുവാണെങ്കിൽ പ്ലൂറലും, ഒരു പോസ്റ്റിന് മുന്നേ ദ വരുമെങ്കിൽ ഒറ്റ ആളുടെ കാര്യമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി ഈസ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. അപ്പൊ സിംഗുലർ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നല്ലോണം പഠിച്ചതാണ്. ഞാൻ സിംഗുലറിന് കുറച്ച് കൂടുതലും ഇത് കൊടുക്കാതെ, ഇത് നമ്മൾ കുറച്ചും കൂടി എക്സെപ്ഷണൽ കേസസ് ആണ് ഇന്ന് നമ്മൾ കൂടുതൽ നോക്കാൻ പോകുന്നത്. ഇത് നോക്കൂ, സെയിം തന്നെയാണ്. ദ ഡാൻസർ ആൻഡ് ദ സിംഗർ ഡാഷ് പെർഫോമിംഗ് ടു നൈറ്റ് അല്ലെ. ഇവിടെ നമുക്കറിയാം ഈസ് ആർ ആമിൽ രണ്ട്, ദ ഡാൻസറും ദ സിംഗറാണ്. അപ്പം ദ ഡാൻസറും ഉണ്ട്, ദ സിംഗറും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ടുപേരാണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ആറാണ് ആൻസർ വരുന്നതെന്ന് നമുക്കറിയാം. ഇനിയോ, ദ ഡാൻസർ ആൻഡ് സിംഗർ, പാട്ട് പാടുന്നത് ഒരാൾ തന്നെയാണ്, ഡാൻസ് ചെയ്യുന്നതും അതേ ആൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ഡാൻസർ ആൻഡ് ദ വരത്തില്ല, സിംഗർ എന്ന് പറയുമ്പോൾ സിംഗർ ഈസ് പെർഫോമിംഗ് ടു നൈറ്റ്, ഈസ് ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ദ ഡാൻസർ ആൻഡ് സിംഗർ ഈസ് പെർഫോമിംഗ് ടു നൈറ്റ്. ക്ലിയർ ആണോ? ഇനി അടുത്തത് നോക്കൂ. അടുത്തെന്താ? ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതെന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. ഇത് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ ഇതിനകത്തൊന്ന് കമന്റ് ചെയ്തേ, ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ബ്രെഡ് ആൻഡ് ബട്ടർ ഒന്ന് പോസ് ചെയ്തിട്ട് കമന്റ് ചെയ്തേ, ആൻസർ ഒന്ന് മനസ്സിലാക്കിയിട്ട് കമന്റ് ചെയ്ത്. ഓപ്ഷൻ ഞാൻ തരാം. ഈസ് ആർ ആം സെയിം തന്നെയാണ്. ഇന്ന് ഈസ് ആണ് അവർ, ആറാണ് അവർ, ഒന്ന് കമന്റ് ചെയ്തേ. ഇത് കമന്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനകത്ത് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസാ വരിക, ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാ വരിക. എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് നമ്മൾ വെച്ച് കഴിക്കുന്നതുകൊണ്ട് അതിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ ഒറ്റ ഐഡിയ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒറ്റ ഐഡിയ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ബ്രെഡ് ആൻഡ് ബട്ടറിനെ രണ്ട് പ്രത്യേക വെർബുകളായിട്ട് എടുക്കുക. അത് അതിനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഒറ്റ സാധനമായിട്ട് ബ്രെഡ് ആൻഡ് ബട്ടർ. നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ ബ്രെഡും ബട്ടറും അതിനകത്ത് ചേർത്ത് തേച്ച് കഴിയുമ്പോൾ അത് ഒറ്റ സാധനമായില്ലേ? അങ്ങനെ ചിന്തിക്കുക. ആ രീതിക്ക് നമുക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ പറയും. പിന്നെ വ്യത്യാസം പറയുകയാണെങ്കിൽ രണ്ടും പ്രത്യേകം പറയുവാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ആറ്. അത് നമുക്ക് താഴെ പഠിക്കാം. ഇപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മൾ എങ്ങനെ കഴിക്കുക? ബ്രെഡ് വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ തേച്ചിട്ട്, അപ്പൊ രണ്ടും ഒന്നായില്ലേ? ഒന്നുപോലെ ആവില്ലേ? എന്നിട്ടല്ലേ നമ്മൾ കഴിക്കുക. അപ്പൊ അങ്ങനെ ഒരു ചേർന്നുള്ള ഒരു ഐഡിയ ആണെങ്കിൽ, ഒരുമിച്ചുള്ള ഒരു ഐഡിയ, അല്ലെങ്കിൽ എന്താ പറയാ, രണ്ടിനെയും വേർതിരിച്ചല്ലാതെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? സിംഗുലർ ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയാം. ഈസ് ആണ് ആൻസർ വരിക. മനസ്സിലായില്ലേ? ഒന്നുകൂടെ കേൾക്കുക. റൈസ് ആൻഡ് കറി ഡാഷ് മൈ ഫേവറേറ്റ് മീൽ. ഇവിടെ എന്ത് വരും ആൻസർ? റൈസ് ആൻഡ് കറി. റൈസ് ആൻഡ് കറി ഫേവറേറ്റ് മീൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ വെച്ച് കഴിക്കുന്നത്, ഒരുമിച്ച് വിരയി കഴിക്കും അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് റൈസ് ആൻഡ് കറി ഒറ്റ ഇതായിട്ട് എടുക്കാം. അപ്പം അതിന്റെ ആൻസർ എന്ത് വരും? ഈസ് ആണോ വരിക, ആറാണോ വരിക? നിങ്ങൾ തന്നെ പറ. ഈസ് ആണ് വരിക അല്ലെ? ഈസ് മൈ ഫേവറേറ്റ് മീൽ, ഈസ് ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കൂ. ടൈം ആൻഡ് ടൈഡ് ഡാഷ് ഫോർ നൺ. ടൈമും ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? തിരമാല. ടൈം നമ്മൾ പറഞ്ഞ് നമുക്ക് ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുമോ? അതിന്റെ ഇത് നോക്കാം. വെയിറ്റ്സ് ആണ്. വെയിറ്റ്സ് അല്ലെങ്കിൽ വെയിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു വെർബിന്റെ കൂടെ എസ് ചേർത്താൽ എന്താവും? എസ്ഒ ഇഎസ്ഒ ചേർത്താൽ അത് സിംഗുലർ ആവും. ചേർത്തില്ലെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും എന്ന് നമ്മൾ ഇന്ന് പഠിച്ചു. എന്നാൽ സബ്ജക്റ്റിന്റെ കൂടെ എന്താണ്? സബ്ജക്റ്റിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർത്താൽ സബ്ജക്റ്റ് പ്ലൂറലായി മാറും. അത് നമുക്കറിയാം. അപ്പം അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തിക്ക് പഠിപ്പിച്ചതാണ്. ഇനി ടൈം ആൻഡ് ടൈഡ് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ലെന്നാണ് പറയുന്നത് അല്ലെ? ടൈം ആൻഡ് ടൈഡ് ഇത് ഒറ്റ ഒരു ഐഡിയ കാണിക്കുന്നതാണ്. അതാണ് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് ഒരൊറ്റ ഐഡിയ ആയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിതിൽ എന്ത് പറയണം? സിംഗുലർ പറയണം. സിംഗുലർ ഇതിൽ ഏതാ? വെയിറ്റ്സ് ആണോ വെയിറ്റ് ആണോ? ഞാൻ പറഞ്ഞു ഒരു ബേസ് വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് സിംഗുലർ ആയി മാറ്റും. അപ്പൊ ഇതിൽ സിംഗുലർ ഏതാ? വെയിറ്റ്സ് ആണ് അല്ലെ? അപ്പൊ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. ആർക്കും വേണ്ടി സമയവും തിരമാലയും കാത്തു നിൽക്കില്ല. ഓക്കെ, ആൻസർ വെയിറ്റ്സ് ആണ്. ഇനി റൈസ് ആൻഡ് കറി ഡാഷ് സെർവ്ഡ് ഹോട്ട്. നോക്കൂ, റൈസ് ആൻഡ് കറി ഒരുമിച്ചല്ലേ കൊടുക്കുക? റൈസ് കൊടുത്തിട്ട് അതിന്റെ പുറത്ത് നമ്മൾ കറി വെച്ച് കൊടുക്കും അല്ലെ? അതിന് നമ്മൾ എന്ത് പറയണം? ആൻസർ എന്ത് വരും? ഈസ് ആർ ആം. ഇതിനെന്താ? ഇതും ഒരുമിച്ച് ഒറ്റ ഐഡിയ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ കഴിക്കാൻ വേണ്ടി സെർവ്ഡ് ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവര് വിളമ്പുന്നു എന്നാണ് അതിനർത്ഥം. റൈസ് ആൻഡ് കറി നല്ല ചൂടായിട്ട് വിളമ്പുന്നു എന്നാണ് അർത്ഥം. ഇവിടെയും ഒറ്റ ഐഡിയ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഈസ് ആണ് ആൻസർ വരിക. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. നോക്കൂ, ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് കെപ്റ്റ് ഓൺ ദ ടേബിൾ. ടേബിളിന്റെ പുറത്ത് രണ്ടും സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. മറ്റേ നമ്മൾ എന്താ കഴിക്കുന്ന സമയത്ത് ബ്രെഡ് അതിന്റെ പുറത്തിട്ട് ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ കഴിക്കുക ചെയ്യുക. അതുപോലെ റൈസ് ആൻഡ് കറി നമ്മൾ ഒരുമിച്ച് ഒഴിച്ചിട്ട് വരെ കഴിക്കും അല്ലെ? ഒരുമിച്ചല്ലേ കഴിക്കുക? പ്രത്യേകം കഴിക്കില്ലല്ലോ. അപ്പൊ അത് ഒരുമിച്ച് ഉള്ള ഐഡിയ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ഉപയോഗിക്കും. ഇവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ പ്രത്യേകം വെച്ചിരിക്കുകയാണെങ്കിൽ രണ്ടും രണ്ടാണ്. അപ്പൊ ബ്രെഡും ബട്ടറും അപ്പൊ എന്ത് വരും?
ഇവിടെ രണ്ട് ഐഡിയ ആണ്, ഇത് ഐഡിയ അല്ല, രണ്ട് സാധനം സെപ്പറേറ്റ് ആയിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ആർ ഉപയോഗിക്കണം. ആറാണ്, അതായത് പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായോ? ബ്രെഡ് ആൻഡ് ബട്ടർ ആർ കെപ്റ്റ് ഓൺ ദ ടേബിൾ. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. നിങ്ങൾ ഒന്നും കൂടെ കേട്ടാൽ മതി, ശരിക്കും മനസ്സിലാവും. റൈസ് ആൻഡ് കറി ഡാഷ് കെപ്റ്റ് ഓൺ ദ ടേബിൾ. ഇതും സെയിം ആണ്. റൈസ് ആൻഡ് കറി രണ്ടും സെപ്പറേറ്റ് അല്ലേ വെച്ചിരിക്കുക? ടേബിളിൽ നമ്മൾ രണ്ടും സെപ്പറേറ്റ് അല്ലേ വെച്ചിരിക്കുക? അല്ലെ? കഴിക്കുന്ന സമയത്തല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട, കഴിക്കുമ്പോൾ ഒരുമിച്ചല്ലേ കഴിക്കുക? അപ്പോഴാണ് ഒരുമിച്ച് നമ്മൾ ചെയ്യുന്നത്. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ സിംഗുലർ ആയിട്ട് എടുക്കും. രണ്ടും സെപ്പറേറ്റ് വെച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെടുക്കാൻ പറ്റും? റൈസ് ആൻഡ് കറി ആർ കെപ്റ്റ് ഓൺ ദ ടേബിൾ എന്നാണ് വരിക. ആർ കെപ്റ്റ് ഓൺ ദ ടേബിൾ. മനസ്സിലായല്ലോ? ഇനി നോക്കൂ. അപ്പം ഇന്നത്തേക്ക് ഇത്രയും മതി. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പോയി കാണുക. കണ്ടിട്ട് പിന്നെയും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും കുറച്ചും കൂടി ഞാൻ വൃത്തിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ആ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോ നമ്മൾ രണ്ട് സെക്ഷനേ ആയുള്ളൂ. ഇനിയും സബ്ജക്ട് വെർബ് അഗ്രിമെന്റിന്റെ ഇനി രണ്ട് പാർട്ടും കൂടെ, 2-3 പാർട്ടും കൂടെ ഞാൻ പഠിപ്പിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഐഡിയയും കിട്ടും. ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. സീ യു സൂൺ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു വെരി മച്ച്.